സൂപ്പർ ബോട്ടംസ് ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ക്ലോത്ത് ഡയപ്പർ ബ്രാൻഡ് ആസ് പെർ US സ്റ്റാൻഡേർഡ്സ്. അതുപോലെ എക്കോ ഫ്രണ്ട്ലി ഡയപ്പറിനുള്ള അവാർഡ് വിൻ ചെയ്ത ഡയപ്പർ. ഇന്ത്യയിലെ നമ്പർ 1 വാഷ് പ്രപ്പ് ഡയപ്പർ ബ്രാൻഡ്. അതുപോലെ തന്നെ GOTS സർട്ടിഫൈഡ് ഓർഗാനിക് കോട്ടൺ. അങ്ങനെ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയ സൂപ്പർ ബോട്ടംസിൻ്റെ പുതിയ എഡിഷനായ ഫ്രൂട്ട് സ്പ്ലാഷിൻ്റെ ഓൾ ഇൻ വൺ ഡയപ്പറാണ് ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഓൾ ഇൻ വൺ ഡയപ്പറാണ്. നമുക്കിത് പോക്കറ്റ് ഡയപ്പറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സാധാ ഡയപ്പറായിട്ട് ഉപയോഗിക്കാം. 2 ഇൻസൈഡ്സ് ആണ് ഇതിൽ വരുന്നത്. നൈറ്റ് കംപ്ലീറ്റ് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ളൊരു ഡയപ്പറാണ് ഈ സൂപ്പർ ബോട്ടംസ് പ്ലസ് UNO. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുംതാസ്. വെൽക്കം ടു ഇസാൻസ് വേൾഡ്. അപ്പോൾ ഇതാ സൂപ്പർ ബോട്ടംസ് പ്ലസ് UNO ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഫ്രീ പാക്കിങ്ങിലാണ് വരുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ പാക്കിംഗ് വരെ പ്ലാസ്റ്റിക് ഫ്രീ ആണ്. ഇതിനുള്ളിലാണ് ക്ലോത്ത് ഡയപ്പർ വന്നത്. നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇത് സൂപ്പർ ബോട്ടംസിൻ്റെ ഏറ്റവും പുതിയ ഫ്രൂട്ട് സ്പ്ലാഷ് മോഡലാണ്. അപ്പോൾ ഇതാണ് സൂപ്പർ ബോട്ടം ഡയപ്പറിൻ്റെ ഷെല്ല്. ഇതാ കണ്ടില്ലേ. ഇതിന് മറ്റു ക്ലോത്ത് ഡയപ്പറിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്നാപ്പ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലീസ് ലെയർ ആണ്, അതായത് കുട്ടികൾക്ക് ഒട്ടും നനവ് തട്ടാത്ത ടൈപ്പ് ലൈനറാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇതൊരു ഓൾ ഇൻ വൺ ഡയപ്പറാണ്, അതായത് നമുക്കിത് പോക്കറ്റ് ഡയപ്പറായിട്ട് ഉപയോഗിക്കാം, അതല്ല സാധാ ഡയപ്പറായിട്ട് ഉപയോഗിക്കാം. ഇതൊരു ഫ്രീ സൈസ് അഡ്ജസ്റ്റബിൾ ഡയപ്പറാണ്, അതായത് ഇത് 5 കിലോ മുതൽ 17 കിലോ വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ സ്നാപ്സ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇതിൻ്റെ ഔട്ടർ കവറിങ് വന്നിട്ട് വാട്ടർ പ്രൂഫാണ്, അതായത് ഒട്ടും ലീക്ക് ആവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ ലൈനിങ് ഫ്ലീസ് ലെയർ ആണ്, അതായത് കുട്ടികൾക്ക് ഒട്ടും നനവ് തട്ടാത്ത ടൈപ്പ് ലൈനറാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഈ ഫ്ലീസ് ലൈനർ. അവർക്ക് ഒരിക്കലും അതുകൊണ്ടൊരു റാഷസ് ഒന്നും ഉണ്ടാവില്ല. അവരുടെ സ്കിന്നിന് ഏറ്റവും യോജിച്ച ടൈപ്പുള്ള മെറ്റീരിയലാണ് ഈ ഫ്ലീസ് ലൈനർ. ഇതിന് നമുക്ക് റിയൽ ഓൾ ഇൻ വൺ ഡയപ്പർ എന്ന് വിളിക്കാം, അതായത് ഇത് സോക്കർ ഇല്ലാതെ, സോക്കർ എന്ന് വെച്ചാൽ ഇൻസൈഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഇൻസൈഡ്സ് ഇല്ലാതെ ഇത് സ്വിം ഡയപ്പറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് പോക്കറ്റ് ഡയപ്പറായിട്ട് ഉപയോഗിക്കാം, അല്ലാതെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടി ഇൻസേർട്ട് വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇൻസൈഡ് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇൻസൈർട്ട് ഒരിക്കലും മാറിപ്പോവില്ല. ഇതിൻ്റെ അകത്താണെങ്കിലും അല്ല നമ്മൾ പുറത്ത് വെച്ചാലും ഇൻസൈർട്ട് ഒരിക്കലും മാറിപ്പോവാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇൻസൈർട്ട് വന്നിട്ട് 2 എണ്ണമാണ് വരുന്നത്, അതായത് ഒരു ലോങ് ഇൻസൈർട്ടും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഇൻസൈർട്ടും. കണ്ടില്ലേ, ഇതിവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. കണ്ടില്ലേ, ഇതിൻ്റെ നടുവിൽ വരുന്ന ഈ സ്നാപ്സ് ഇത് ഫിക്സ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഈ ലോങ് ഡയപ്പറിൽ വരുന്ന ഈ 2 സ്നാപ്സ് കണ്ടില്ലേ, ഇത് ഈ ഷെല്ലിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇതുപോലെ കണ്ടില്ലേ. ഇത് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം, അതല്ല ഇത് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇത് പോക്കറ്റ് ഡയപ്പറായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് പോക്കറ്റ് ഡയപ്പറായി. ഇതിൻ്റെ ഇൻസേർട്ട് ഉള്ളിലാണ് ഉള്ളത്. കണ്ടില്ലേ. ഈ ഇൻസേർട്ട് പുറത്ത് വെച്ചാലും പ്രശ്നമില്ല കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഈ ഫ്ലീസ് ലൈനർ തന്നെയാണ് ഈ ഇൻസേർട്ടിൻ്റെ മുമ്പിലും വരുന്നത്. കണ്ടില്ലേ, ആ ഡയപ്പർ ഷെല്ലിൻ്റെ ഉള്ളിലുള്ളത് പോലെ തന്നെ നനവ് തട്ടാത്ത ഫ്ലീസ് ലൈനറാണ് ഈ ഇൻസേർട്ടിൻ്റെ മുകൾ ഭാഗത്തും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് വെച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഇൻസേർട്ട് വന്നിട്ട് 8 ലെയർ ഓർഗാനിക് കോട്ടൺ ആണ്, അതും ഹൈ അബ്സോർബൻസി കപ്പാസിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫ്ലീസ് ലൈനർ മുകളിലുള്ളതുകൊണ്ട് എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് ഓർഗാനിക് കോട്ടൺ ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അവർക്ക് ബ്രീത്തബിളും ആണ്, ഒട്ടും റാഷസ് ഒന്നും ഉണ്ടാവാത്ത ടൈപ്പുള്ള മെറ്റീരിയലാണ് ഈ ഓർഗാനിക് കോട്ടൺ. അതുപോലെ തന്നെ ഈ ചെറിയ ഇൻസേർട്ട് വന്നിട്ട് 8 ലെയർ ആണ്. അപ്പോൾ നമ്മൾ നൈറ്റിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 2 ഇൻസേർട്ടും വെച്ച് കുട്ടികൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ മൊത്തം 16 ലെയർ വരും. ഈ 16 ലെയറിന് 10 അവേഴ്സിൽ കൂടുതൽ അബ്സോർബൻസി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയപ്പറാണ് ഈ സൂപ്പർ ബോട്ടംസ് UNO. ഇത് ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പാണ് കേട്ടോ. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ പകൽ സമയത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ലോങ് ഇൻസേർട്ട് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഇതിന് തന്നെ നല്ല അബ്സോർബൻസി കപ്പാസിറ്റി ഉണ്ട്. ഒരു 3 തൊട്ട് 4 അവേഴ്സ് വരെ ഡേ ടൈമിൽ നമുക്ക് ഈ ഇൻസേർട്ട് മാത്രം ഉപയോഗിക്കാൻ സാധിക്കും. നൈറ്റ് ടൈമിലാണെങ്കിൽ മാത്രം ഈ ബൂസ്റ്റർ വെച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ക്ലോത്ത് ഡയപ്പർ ഇട്ടാണ് കുട്ടികളെ പുറത്ത് കൊണ്ടുപോകുന്നതെങ്കിലും നമുക്ക് ഈ ബൂസ്റ്റർ ഉപയോഗിക്കാം. ഈ ബൂസ്റ്റർ വളരെ തിന്നാണ്, കണ്ടില്ലേ, പക്ഷെ നല്ല അബ്സോർബൻസി കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ ഇൻസേർട്സിൽ GOTS സർട്ടിഫൈഡ് ഓർഗാനിക് കോട്ടൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് നല്ല അബ്സോർബൻസീവ് ആണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് നല്ല സേഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഒട്ടും റാഷസും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല കംഫർട്ടബിളും ആയിരിക്കും. സൂപ്പർ ബോട്ടംസിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഡയപ്പർ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഇൻസേർട്സ് ഒരു 8-10 വാഷൊക്കെ ആയാലാണ് അതിൻ്റെ കംപ്ലീറ്റ് അബ്സോർബൻസി കിട്ടുള്ളൂ. പക്ഷേ ഈ സൂപ്പർ ബോട്ടംസിൻ്റെ ഇൻസേർട്ട് ആകുമ്പോൾ ഒറ്റ വാഷിൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് അബ്സോർബൻസി കിട്ടും. അതുകൊണ്ടാണ് ഈ സൂപ്പർ ബോട്ടംസിനെ 1 വാഷ് പ്രപ്പ് ഡയപ്പർ ബ്രാൻഡ് എന്ന് പറയുന്നത്. വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റ വട്ടം തന്നെ പ്രീ വാഷ് ചെയ്താലും മതിയാവും.
അപ്പോൾ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് അബ്സോർബൻസി ഇതിലുണ്ടാവും. നമുക്ക് ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് അബ്സോർബൻസി അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി വെച്ച് കുട്ടിക്ക് ഉപയോഗിക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരും. കണ്ടില്ലേ? ഇത് ഒത്തിരി ബൾക്കി ഒന്നുമല്ല. ഇത് 2 ഇൻസേർട്ട് വെച്ചിട്ടും ഇതാ ഇത്രയും ട്രിം ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻസേർട്ട് വെക്കുവാണെങ്കിൽ തീരെ ട്രിം ആയിട്ടിരിക്കും. കുട്ടികൾക്ക് അങ്ങനെ ബൾക്കി ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിന്റെ ഡിസൈൻ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ സ്നാപ്സ് ഇങ്ങനെ മുമ്പോട്ടാണ് വരുന്നത്. അതും ഈ സ്നാപ്പ് ചെയ്യുന്ന ഭാഗം ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഇനി ഇതിന്റെ സ്നാപ്സ് വന്നിട്ട് ഇതിൽ ഒരുപാട് സ്നാപ്സ് വരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് ഈ സ്നാപ്സ് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോഴാണ് കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുള്ളൂ. ലൂസ് ആയിട്ടുള്ള ഡയപ്പറും അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഡയപ്പറും കുട്ടികൾക്ക് എപ്പോഴും ഒരു അൺകംഫർട്ടബിൾ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളുടെ കറക്റ്റ് അളവിനനുസരിച്ച് ഈ സ്നാപ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാ ഈ മുകളിൽ വരുന്നത് വേസ്റ്റ് സ്നാപ്പാണ്. ഈ താഴെ വരുന്നത് ഹിപ്പ് സ്നാപ്പ്. ഇതിനെ റൈസ് സ്നാപ്പ് എന്ന് പറയും. അതായത് നമ്മൾക്കിത് കുട്ടിയുടെ സൈസിനനുസരിച്ച് അതായത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. സൂപ്പർ ബോട്ടംസ് പ്ലസ് UNO പോക്കറ്റ് ഡയപ്പറായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ആ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട്സ് ഒക്കെ വെച്ചാൽ മതിയാവും. നമുക്കിത് സാധാ ഡയപ്പറായിട്ട് ഉപയോഗിക്കാം. കണ്ടില്ലേ? ഈ ഇൻസേർട്ട്സ് ഇങ്ങനെ പുറമേ വെച്ചാൽ മതിയാവും. ഇൻസേർട്ട്സിൻ്റെ പുറത്ത് ഫ്ലീസ് ലൈനർ ഉള്ളതുകൊണ്ട് കുട്ടിക്കൊട്ടും നനവും തട്ടില്ല. ഇനി നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ? ഇവിടെ റൈസ് സ്നാപ്സ് ഉണ്ട്. ഒരു 12 സ്നാപ്സ് ഇവിടെ വരുന്നുണ്ട്. 5 തൊട്ട് 7 കിലോ വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും മുകളിലത്തെയും ഏറ്റവും താഴത്തെയും സ്നാപ്സ് തമ്മിൽ യോജിപ്പിക്കുക. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഏറ്റവും ചെറിയ സൈസ്. ഇനി 8 തൊട്ട് 12 കിലോ വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും മുകളിലത്തെ റോയും അതുപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് റോയും തമ്മിൽ സ്നാപ്പ് ചെയ്യുക. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി 12 തൊട്ട് 15 കിലോ വരെയുള്ള കുട്ടികൾക്കാണ് ഏറ്റവും മുകളിലത്തെ റോയും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടിയിലത്തെ റോയുമായിട്ട് സ്നാപ്പ് ചെയ്യുക. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എങ്ങനെ സ്നാപ്പ് ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഫ്ലീസ് കയറി ഇരിപ്പുണ്ടോയെന്നും നോക്കിയേക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് സൂപ്പർ ബോട്ടംസിൻ്റെ ഫ്രീ സൈസ്. അതായത് 15 തൊട്ട് 17 കിലോ വരെയുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് സ്നാപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ഏത് ഡയപ്പർ ഉപയോഗിച്ചാലും കൃത്യമായിട്ട് കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ച് സ്നാപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതാ ഈ സൂപ്പർ ബോട്ടംസിന്റെ കൂടെ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. ഈ ബുക്ക്ലെറ്റിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. അതായത് ഏത് ടൈപ്പ് ക്ലോത്ത് ഡയപ്പറാണ് സൂപ്പർ ബോട്ടംസിനുള്ളതെന്നും അതുപോലെ വാഷിംഗ് റുട്ടീൻ ഉണ്ട്, എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്ന്, പ്രീ വാഷ് ആണെങ്കിലും ആഫ്റ്റർ വാഷ് ആണെങ്കിലും മെഷീൻ വാഷ് ആണെങ്കിലും ഹാൻഡ് വാഷ് ആണെങ്കിലും ഒക്കെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിങ്ങിന് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ സോക്കർ അതായത് ഇൻസേർട്ട്സ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിയറിംഗ് ടിപ്സ് ഉണ്ട്. കണ്ടില്ലേ? എങ്ങനെയാണ് വിയർ ചെയ്യുന്നതെന്ന് വരെ ഇതിൽ കറക്റ്റായിട്ട് പിക്ചർ വൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വാഷിങ്ങിൻ്റെ കാര്യത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രീ വാഷ് ചെയ്യാം. അതായത് കുട്ടികൾ ഉപയോഗിച്ച ഉടനെ തന്നെ നമുക്ക് ഒരുമിച്ചാണല്ലോ വാഷ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികൾ ഉപയോഗിച്ച ഉടനെ നമുക്ക് ഇതിനകത്ത് നിന്ന് ജസ്റ്റ് പൂപ്പ് മാറ്റി ഒരു ചെറിയ അളവിൽ ഡിറ്റർജൻറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ബക്കറ്റിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും നമുക്ക് തൂക്കിയിടാം. പിന്നെ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഡിറ്റർജൻറ്റ് സർഫെക്സിലാണ്. അപ്പോൾ സർഫെക്സിൽ ഉപയോഗിച്ച് വാഷ് ചെയ്യാനാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് റബ്ബ് ചെയ്യുക, അജിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ സ്റ്റെയിൻസും പോകുമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ സൺ ഡ്രൈ ചെയ്യുക, ലൈൻ ഡ്രൈ, നമ്മൾ സാധാരണ അഴയിൽ ഉണക്കുന്നത് പോലെ തന്നെ ഡ്രൈ ചെയ്യുക. റീയൂസബിൾ ലൈനേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് നമുക്ക് കഴുകി ഉപയോഗിക്കാം. അപ്പോൾ കുട്ടികൾ പൂപ്പൊക്കെ ചെയ്താൽ ഈ ക്ലോത്ത് പേപ്പറിൽ ഒട്ടും ആവില്ല. നമുക്ക് ആ ലൈനർ മാത്രം കഴുകിയാൽ മതിയാവും. അതുപോലെ തന്നെ അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അതുപോലെ തന്നെ മെഷീൻ വാഷ് ചെയ്യണം എങ്ങനെയാണെന്ന് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ എന്തായാലും ക്ലോത്ത് പേപ്പറിൻ്റെ വാഷ് ചെയ്യുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ ഇടാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് ബ്രഷ് ഉപയോഗിക്കാൻ പാടില്ല, ഡെറ്റോൾ ഉപയോഗിക്കാൻ പാടില്ല, കംഫർട്ടോ ഫാബ്രിക് കണ്ടീഷണറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കരുതെന്നാണ് ഇവർ പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഹാർഡ് വാട്ടർ ആണെങ്കിൽ വാട്ടർ സോഫ്റ്റ്നർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സർഫെക്സിൽ കൊണ്ട് വാഷ് ചെയ്യാനാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ക്ലോത്ത് പേപ്പറിന്റെ സ്റ്റോറിംഗ് ആൻഡ് മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ ഇവർ പറയുന്നത് ഹോട്ട് വാട്ടർ കൊണ്ട് കഴുകാമെന്നാണ്. അതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ ബ്ലീച്ചിങ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലൊരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഈ സൂപ്പർ ബോട്ടംസ് വാങ്ങിക്കുമ്പോൾ കിട്ടും. അതിൽ നോക്കിയാൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. ഒന്നും എവിടെയും സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ബുക്ക്ലെറ്റിൽ ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ഈ സൂപ്പർ ബോട്ടംസിൻ്റെ എൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്.
സൂപ്പർ ബോട്ടംസിൻ്റെ ക്ലോത്ത് ഡയപ്പേഴ്സ് സൂപ്പർ ബോട്ടംസിൻ്റെ സൈറ്റിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആമസോണിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ഈ സൂപ്പർ ബോട്ടംസ് ഡയപ്പേഴ്സിൻ്റെയും ഇൻസേർട്സിൻ്റെയും അതുപോലെ ഫ്ലീസ് ലൈനറിൻ്റെയും ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കംപ്ലീറ്റ് നൈറ്റ് കുട്ടിക്ക് ഒരു ലീക്കേജും ഇല്ലാതെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഡയപ്പർ ബ്രാൻഡാണ് ഈ സൂപ്പർ ബോട്ടംസ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. കുഞ്ഞാവയുടെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. വാവയുടെ പേര് ഐഷ മെഹർ എന്നാണ് കേട്ടോ. ബേബി ഓഫ് റഫീന ഷിഹാബ്. അപ്പോൾ വാവയുടെ ബർത്ത്ഡേ ഇന്നാണ്. വാവയ്ക്ക് ഈസാൻസ് വേൾഡിൻ്റെ ബർത്ത്ഡേ വിഷസ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.